ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദാവാക്കാരുടെ ഒരു കുറ്റാരോപണത്തിന്റെ നിജസ്ഥിതിയെ കുറിച്ചാണ് സത്യത്തിന്റെ പോരാളികൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാൻ താല്പര്യപ്പെടുന്നത്. ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്ന് ദാവാക്കാർ എപ്പോഴും ആരോപിക്കും. ഒരു ഗ്രന്ഥം തിരുത്തപ്പെട്ടതാണെന്ന് വെറുതെ ആരോപണം ഉന്നയിച്ചുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഖുർആൻ തിരുത്തപ്പെട്ടതാണെന്ന് വെറുതെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് അത് തിരുത്തപ്പെട്ടതാണെന്ന് മുസ്ലിങ്ങൾ സമ്മതിക്കുന്നു. ഒരു ഗ്രന്ഥം തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു അവകാശവാദം അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ കുറഞ്ഞത് ഒരു 5 ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയേണ്ടതുണ്ട്. ആര് തിരുത്തി, എപ്പോൾ തിരുത്തി, ഏത് ഭാഗം തിരുത്തി, എവിടെ വെച്ച് തിരുത്തി, എന്തിനു വേണ്ടി തിരുത്തി? ഈ 5 ചോദ്യങ്ങൾക്ക് പ്രമാണത്തിൽ നിന്നുള്ള തെളിവ് സഹിതം ഉത്തരം നൽകുകയാണെങ്കിൽ ആ ഗ്രന്ഥം തിരുത്തപ്പെട്ടതാണെന്ന് ആർക്കും സമ്മതിക്കേണ്ടതായിട്ട് വരും. അത് ബൈബിളിന്റെ കാര്യത്തിലല്ല, ഖുറാന്റെ കാര്യത്തിലായാലും മറ്റേത് ഗ്രന്ഥങ്ങളുടെ കാര്യത്തിലായാലും ഇന്നയാൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന കാലഘട്ടത്തിൽ ഇന്ന ഭാഗം ഇന്ന ഉദ്ദേശത്തിന് വേണ്ടി തിരുത്തി എന്ന് പ്രമാണ ഗ്രന്ഥങ്ങളിൽ നിന്ന് തെളിവ് സഹിതം തന്നാൽ ആർക്കും അംഗീകരിക്കേണ്ടതായിട്ട് വരും ആ പുസ്തകം തിരുത്തപ്പെട്ടതാണ്. ഇനിയിപ്പോ അത്രയും മനുഷ്യർക്ക് ഈ കാര്യത്തിന് തെളിവ് തരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു പോയിന്റ് ഉണ്ട്, 6ാമതൊരു കാര്യമുണ്ട്. തിരുത്തപ്പെടാത്ത ഒരു ഒറിജിനൽ കോപ്പി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒറിജിനൽ കോപ്പി കൊണ്ടുവന്നിട്ട് പറഞ്ഞതാണ് ഇതാണ് ഒറിജിനൽ, ബാക്കിയുള്ളതെല്ലാം തിരുത്തപ്പെട്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ തിരുത്തൽവാദത്തിന്റെ ആരോപണത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ക്രൈസ്തവ ലോകം നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങളോട് ചോദിക്കുന്നു ഈ 5 ചോദ്യങ്ങൾ. ആരാണ് തിരുത്തിയത്, എപ്പോഴാണ് തിരുത്തിയത്, എവിടെ വെച്ച് തിരുത്തി, ഏത് ഭാഗം തിരുത്തി, എന്തിനു വേണ്ടി തിരുത്തിയത്? ഇന്ന് വരെ മറുപടി, പ്രമാണബദ്ധമായ മറുപടി നൽകുവാൻ ഇസ്ലാമിക ലോകത്തിന് സാധിച്ചിട്ടില്ല. ഈ കാര്യം പ്രത്യേകം നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇനി എപ്പോഴാണ് ഇസ്ലാമിക ലോകം ഇങ്ങനൊരു ആരോപണം ക്രിസ്ത്യാനികൾക്കെതിരെ ഉന്നയിക്കാൻ തുടങ്ങിയത്? അതിന്റെ ചരിത്രം കൂടി നാം അറിഞ്ഞിരിക്കണം. മുഹമ്മദിന്റെ ശേഷം ആദ്യത്തെ 4 നൂറ്റാണ്ടുകൾ, 4 നൂറ്റാണ്ടുകളുടെ, അതായത് AD 600 മുതൽ AD 1000 വരെയുള്ള കാലഘട്ടത്തിൽ സുവിശേഷത്തിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്ന ഒറ്റ ഒരു മുസ്ലിം പണ്ഡിതനും ഇല്ലായിരുന്നു. ബൈബിൾ തിരുത്തപ്പെട്ടതല്ല എന്ന് തന്നെയാണ് ആദ്യകാലത്തെ മുസ്ലിങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നത്, മുഹമ്മദ് അടക്കമുള്ളവർ. കാരണം അവർ വിചാരിച്ചിരുന്നത് അത് ദൈവത്തിന്റെ വചനമാണെന്നും ദൈവവചനം മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ് എന്നുമായിരുന്നു. അതുകൊണ്ടാണ് അവർ അങ്ങനെ വിശ്വസിച്ചിരുന്നത്. ബൈബിൾ തിരുത്തപ്പെട്ടു എന്നുള്ള ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഇബ്നു ഖാസിം എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക താർക്കികനാണ്. AD 1000 ശേഷം ജീവിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഇസ്ലാം സംവാദങ്ങളെല്ലാം ധാരാളം നടത്തിയിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ ഇബ്നു ഖാസിം. അപ്പോൾ സംവാദം നടത്തിയപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള സംവാദത്തിൽ അദ്ദേഹത്തിന് പലപ്പോഴും ഉത്തരം മുട്ടി. അദ്ദേഹം ബൈബിളിനെയും അതുപോലെ ഖുർആനെയും എല്ലാം ഒരേപോലെ ദൈവവചനമായി തന്നെയാണ് അദ്ദേഹം പരിഗണിച്ചിരുന്നത്. ഇതിനകത്ത് യാതൊരു മാറ്റവും തിരുത്തലുമില്ല, ഇത് സത്യസന്ധമാണ്, വിശ്വസനീയമാണ് എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. ആ വിശ്വാസത്തോടെയാണ് അദ്ദേഹം വാദപ്രതിവാദത്തിൽ പങ്കെടുത്തിരുന്നത്. എന്നാൽ ക്രൈസ്തവർ ഇത് രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇത് രണ്ടും 2 പുസ്തകങ്ങളാണ്, ഒരു ദൈവത്തിൽ നിന്നുള്ളതല്ല, ഇത് 2 ദൈവങ്ങളാണ് എന്ന് പറഞ്ഞു. അതിന് ആ വൈരുദ്ധ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് സൂറ 4:156 പറയുന്ന അവർ അവനെ ക്രൂശിച്ചിട്ടില്ല, കൊന്നിട്ടുമില്ല എന്നുള്ള ഖുർആന്റെ വചനം. അപ്പോൾ ബൈബിൾ വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞിരിക്കെ ഇത് വൈരുദ്ധ്യമായിട്ട് നിൽക്കുന്നു, വിരുദ്ധമായിട്ട് നിൽക്കുന്നു എന്ന് ക്രൈസ്തവർ പറഞ്ഞു. അപ്പോൾ അവിടെ ഈ ഇബ്നു ഖാസിം ഉത്തരം മുട്ടി. എന്ത് മറുപടി പറയണമെന്നറിയാതെ അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി. പിന്നീട് ആ സംവാദമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് അദ്ദേഹം ആലോചിച്ചു കഴിഞ്ഞ് കുറെ ചിന്തിച്ചിട്ട് പറഞ്ഞു, ഇഞ്ചീലിനെ ബഹുമാനിക്കണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഖുർആനിൽ നിന്ന് ഇഞ്ചീൽ വ്യത്യസ്തത പുലർത്തുകയും ചെയ്യുന്നു. ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണ്, അത് ആർക്കും മാറ്റാൻ കഴിയുന്നതല്ല. അപ്പൊ പിന്നെ അവശേഷിക്കുന്ന ഒരേ ഒരു ഉത്തരം എന്താണ്? നബിക്ക് ശേഷമുള്ള ക്രിസ്ത്യാനികൾ ഇഞ്ചീൽ തിരുത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചു.
ഈ വാദം ഒരിക്കലും ചരിത്ര തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നില്ല. പകരം ഖുർആൻ സത്യമായിരിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത്, ആ ഒരു താല്പര്യത്തിന്റെ പുറത്ത് തന്റെ തന്നെ ചിന്താഗതികൾക്ക് അനുസൃതമായി ഖുർആന്റെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം ഉന്നയിച്ച ഒരു ആരോപണമാണ്. ഈ വാദഗതി അദ്ദേഹം ഉയർത്തിയപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ആർക്കും ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നത്തേതുപോലെ കയ്യെഴുത്ത് പ്രതികളുടെ പഴക്കം കണക്കാക്കുന്ന സംവിധാനം അന്ന് ഇല്ലാതിരുന്നത് കൊണ്ട് മുഹമ്മദിന് മുൻപേയുള്ള ബൈബിളിന്റെ കയ്യെഴുത്ത് പ്രതികളൊക്കെ കൊണ്ടുവന്ന് കൊടുത്താലും കാര്യമില്ല. അദ്ദേഹം പറയും, ഇത് മുഹമ്മദ് നബിക്ക് ശേഷമുള്ള കാലത്ത് എഴുതപ്പെട്ടതാണ്, ഇത് നിങ്ങൾ തിരുത്തിയതാണ് എന്ന് അദ്ദേഹം പറയും. അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി, എതിരാളികളായിരിക്കുന്ന ക്രിസ്ത്യാനികളെ ആക്രമിക്കുവാൻ, ആശയതലത്തിൽ ആക്രമിക്കുവാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം അവരുടെ ഗ്രന്ഥം തിരുത്തപ്പെട്ടു എന്ന് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വാദിച്ചാൽ അവരുടെ ഗ്രന്ഥം തന്നെ തെറ്റാണ്, അത് തിരുത്തപ്പെട്ടതാണെന്ന് തെളിയിച്ചാൽ പിന്നെ ആ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്ന തെളിവുകൾക്ക് എന്ത് വിലയാണ്? ആ തെളിവ്, ആ ഗ്രന്ഥം ഉന്നയിക്കുന്ന ആശയത്തിന് പിന്നെ എന്ത് വിലയാണ് ഉണ്ടാവുക? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്താഗതി. ഈ ചിന്താഗതിയിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി: ക്രിസ്ത്യാനികൾക്ക് വെളിപ്പെട്ട ഇഞ്ചീലിലെ ചുരുക്കം ചിലതൊഴിച്ച് മറ്റുള്ളവയൊക്കെ നഷ്ടപ്പെട്ടു പോയി, അതൊക്കെ തിരുത്തപ്പെട്ടു, നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെടാതെ നിലനിർത്തപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ ദൈവം അവർക്കെതിരായ തെളിവുകളായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇസ്ലാമിനോട് യോജിക്കുന്നതായ ബൈബിൾ ഭാഗങ്ങളെല്ലാം അത് നഷ്ടപ്പെടാതെ ദൈവം അള്ളാഹു നിലനിർത്തിയിരിക്കുന്നതാണ്. ഇസ്ലാമിനെതിരായിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ക്രിസ്ത്യാനികൾ തിരുത്തിയതാണ് എന്ന ഒരു മണ്ടൻ വാദമാണ്. ഭൗതികമായി യാതൊരുവിധമായ സത്യസന്ധതയും പുലർത്താത്ത ഒരു വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പിന്നീട് വന്ന എഴുത്തുകാർ ഇതേ വാദഗതി പിന്തുടർന്ന് പൊടിപ്പും തൊങ്ങലും വെച്ച് ഈ ചിന്താഗതി വികസിപ്പിച്ചെടുത്തു. കാരണം അവരും ഇതുപോലെ ക്രൈസ്തവരുടെ മുമ്പാകെ ഉത്തരം മുട്ടിയിരിക്കുന്ന സന്ദർഭങ്ങളാണ്. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് മനസ്സിലായി, ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാലും അവരുടെ ഗ്രന്ഥത്തിൽ എന്തു കൊണ്ടുവന്നാലും അതിന് വിലയില്ലാത്ത വിധം തള്ളിക്കളയാനായിട്ട് പറ്റും എന്നവർക്ക് മനസ്സിലായി. ഇവിടെ മുഹമ്മദ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്ന്. സ്വഹാബിമാരും പറഞ്ഞില്ല. പിൽക്കാലത്തുള്ളവരാണ്, ഈ ഇബ്ൻ ഖാസിമിന്റെ ശേഷമുള്ളവരാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ കാര്യം നാം മനസ്സിലാക്കണം, ഈ ഇബ്ൻ ഖാസിം എന്ന് പറയുന്ന ആൾ അത് ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. ഇത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് തന്നെ മുഹമ്മദിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഹദീസുണ്ട്, ആരാണ് ഉത്തമരായ ആളുകൾ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ഉത്തമരായിട്ടുള്ള ആളുകൾ. മുസ്ലിങ്ങളിലുള്ള ഉത്തമന്മാരെ പറയാം, എന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ. അതിനുശേഷം ജീവിച്ചവർ അതിനേക്കാളും അല്പം താഴെയായിരിക്കും. 3-ാമത്തെ നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ പിന്നെയും താഴെ. അങ്ങനെ അങ്ങനെ പറയുമ്പോൾ പറയാണ്, 4-ാം നൂറ്റാണ്ട് മുതൽ വരുമ്പോൾ, ഹിജ്റ 4-ാം നൂറ്റാണ്ട് മുതലോടെ നോക്കിയാൽ അവര് കള്ളം പറയുന്നവരായിരിക്കും. അവർ സത്യത്തിന് സാക്ഷി നിൽക്കും, പക്ഷെ അത് സത്യമായിരിക്കുകയില്ല. അവര് ശബ്ദം ചെയ്യും, പക്ഷെ അത് അവരുടെ ഹൃദയത്തിലുള്ളതായിരിക്കുകയില്ല. അവർ വഞ്ചിക്കുന്നവരാണ്, അവരെ വിശ്വസിക്കാൻ പറ്റുകയില്ല, അവർ കള്ളം പറയുന്നവരാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹിജ്റ 4-ാം നൂറ്റാണ്ട് മുതൽ കള്ളന്മാര് വരുമെന്ന് മുഹമ്മദ് പറഞ്ഞു. മുസ്ലിങ്ങളുടെ കള്ളന്മാര് വരും, കള്ളത്തരം പറയുന്നവർ വരുമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഇബ്ൻ ഖാസിം ജീവിച്ചിരുന്നത് ഹിജ്റ 5-ാം നൂറ്റാണ്ടിലാണ്. മുഹമ്മദ് പറഞ്ഞത് സത്യമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇബ്ൻ ഖാസിം പറഞ്ഞത് കള്ളമാണ്, മുഹമ്മദ് പറഞ്ഞ കള്ളന്മാരിൽപ്പെട്ട ഒരുവനാണെന്ന് പറഞ്ഞ് ഈ ഇബ്ൻ ഖാസിമിനെ തള്ളിക്കളയുക എന്നുള്ളതായിരുന്നു മുസ്ലിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ മാതൃക മുഹമ്മദാണെന്ന് പറയുന്ന മുസ്ലിങ്ങൾ പക്ഷെ ഈ കാര്യത്തിൽ മാത്രം മുഹമ്മദിനെ അല്ല പിൻപറ്റുന്നത്. മറിച്ച് തന്റെ വാദം ചെയ്യിക്കേണ്ടതിന് ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കുവാൻ മനസ്സുണ്ടായിരുന്ന ഒരു വക്രബുദ്ധിക്കാരനായ മനുഷ്യൻ, തന്റെ ആത്മാവിനെ നരകത്തിലേക്ക് വിറ്റുകളഞ്ഞ മനുഷ്യൻ ഇബ്ൻ ഖാസിം എന്ന് പറയുന്ന ഈ വഞ്ചകനെയാണ്, ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചരിത്രബോധമില്ലാത്ത ഒരുത്തരെയാണ് മുസ്ലിങ്ങൾ ഇന്ന് ബൈബിളിനെതിരെയുള്ള ഈ കാര്യത്തിൽ പിൻപറ്റുന്നത്. ബൈബിൾ വിരോധം, അന്ധമായ ബൈബിൾ വിരോധം പോലെ ചിന്താശേഷി പണ്ടേ നഷ്ടപ്പെട്ടു പോയ മുസ്ലിങ്ങൾ കേട്ടതോ അത് കേൾക്കാത്തോ അത് ഇബ്നു ഖാസിം പറഞ്ഞത് അങ്ങനെ തന്നെ തൊണ്ട തൊടാതെ ഒഴുകിയിരിക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ സത്യം മനസ്സിലാക്കണം, ബൈബിൾ തിരുത്തപ്പെടാതെ ഇന്നും നിലനിൽക്കുന്ന പുസ്തകമാണ്. അത് തിരുത്തുവാൻ മനുഷ്യന് കഴിയുകയില്ല. എന്നാൽ ഖുർആൻ തിരുത്തപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ തിരുത്തപ്പെട്ടിട്ടുണ്ട്,
അതിനെക്കുറിച്ച് ഞങ്ങൾ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കുന്നതാണ്. ദൈവം സത്യമറിയുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.